ഇപ്പോൾ ജോയിയുടെ അമ്മ, ആ അമ്മയുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ജോയ് ആയിരുന്നു അമ്മയുടെ ആശ്രയം. അമ്മയുടെ പേര് മേൽഹി എന്നാണ്. നെയ്യാറ്റിൻകരയിലെ മാരായിമുട്ടം സ്വദേശിയായിട്ടുള്ള ജോയ് ആയിരുന്നു അവരുടെ വീടിൻ്റെ ഏക ആശ്രയം, ഏക വരുമാന മാർഗം. ജീവിതയാത്രയ്ക്കിടയിൽ മാലിന്യ കൂമ്പാരങ്ങൾക്കുള്ളിൽ ജോയിയുടെ ജീവൻ പൊലിഞ്ഞപ്പോൾ മെൽഹിക്ക് നഷ്ടമായത് ഏക ആശ്രയം. ആക്രി പെറുക്കി വിറ്റും കൂലിവേല ചെയ്തുമാണ് അന്നത്തെ അന്നത്തിന് പണം കണ്ടെത്തിയിരുന്നത്. വഴിപോലുമില്ലാത്ത ഇടിഞ്ഞു വീഴാറായ വീട്ടിലായിരുന്നു ജോയിയും അമ്മയും അന്തിയുറങ്ങിയിരുന്നത്. മകൻ നഷ്ടമായതോടെ 80 തികഞ്ഞ അമ്മയുടെ ജീവിതം പൂർണ്ണമായും അനാഥമായി. അമ്മയുടെ ഏക ആശ്രയം ഈ മകൻ മാത്രമാണ്. അല്ലാതെ ആരുമായിട്ട് അവർക്ക് ആൾക്കാരെ കൊണ്ട് എന്നാലും ആശ്രയം ഈ മകൻ മാത്രമാണ്. 3 സെന്റ് പുരയിടത്തിലാണ് ജോയിയുടെ വീടുള്ളത്. സ്വന്തം പ്രയത്നം കൊണ്ട് വീട് പടുത്തുയർത്തുമ്പോഴും വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. എത്ര ദൂരെ ജോലിക്ക് പോയാലും വൈകുന്നേരം ആഹാരവുമായി എത്തും. ഇന്നലെ ആ പതിവ് മുടങ്ങി. ഇനി അമ്മയ്ക്ക് തുണയായി ജോയിയില്ല. ജോയിയെ കാണാതായപ്പോൾ പതിവ് പോലെ ജനപ്രതിനിധികളെത്തി വഴി ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങളും നൽകിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.